മഹാനായ വൈലത്തൂര് തങ്ങൾ അവിടുന്ന് ഒരിക്കല് മക്കാമില് വന്നു. അവിടുന്ന് നേരെ പച്ചപ്പട്ട് അതെടുത്ത് വന്ന് നന്നായിട്ടൊന്നങ്ങ് പുതപ്പിച്ചു. എന്നിട്ട് ജീവിതകാലത്ത് മഹാനവറുകളോട് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു അങ്ങ് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടാ നേരങ്ങോട്ട് കയറി ചെല്ലരുത്, നേരങ്ങോട്ട് കയറി ചെല്ലരുത്. പിന്നെയോ അവിടെ കയറി ചെല്ലുന്നതിന് ചില അദബുകളുണ്ട് എന്ന് മഹാനായ വൈലത്തൂര് പാപ്പ പറഞ്ഞത് ഈ വിനീതൻ ഓർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കാമിൽ ചെന്ന് അവിടുന്ന് മൊബൈൽ നോക്കും, ഫോണ് വന്നാ ഫോൺ എടുക്കും. അതുപോലെ മക്കാമില് ആ ഹലറത്തിലേക്ക് ഏറ്റവും അടുത്തിങ്ങനെ നിൽക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നിൽക്കലാണ്. എന്നാ മഹത്തുക്കൾ കുറെ വിട്ടു നിൽക്കലാണ്. ആ ഹലറത്തിലേക്ക് എങ്ങനെ കയറി ചെല്ലുമെന്നത് അതേ മുറാഅത്തുൽ അദാബി ഔലാ മിൻ ഇംതിസാലിൽ അവാമിരി. ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? മുറാഅത്തുൽ അദാബി, അദബുകളെ പരിഗണിക്കുക എന്നുള്ളത് ഔലാ മിൻ ഇംതിസാലിൽ അവാമിരി, കൽപ്പനകളെ അനുസരിക്കുന്നതിനേക്കാളും നീ പരിഗണിക്കേണ്ടത് അദബ് പാലിക്കാനാണ് കേട്ടോ. ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ ഹലറത്തിൽ മഹാനുഭാവൻ ധാരാളം കാലം ജീവിച്ച വീടാണല്ലോ ഇത്. മഹാനുഭാവന്റെ ഇബാദത്തുകൾക്ക് സാക്ഷ്യം വഹിച്ച വലിയൊരു ഭൂമിയാണല്ലോ ഈ ഭൂമി, ഈ നാട്, ഈ വീട്. ഇവിടെ വരുമ്പോൾ അദബുകേട് സംഭവിച്ചു പോകുന്ന ഒരു പണിയും നമ്മളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഗുരുത്വവും പൊരുത്തവും പ്രതീക്ഷിച്ചു വന്ന് അവസാനം ഗുരുത്തക്കേടും പൊരുത്തക്കേടുമായി പോകുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത്. സിയം വലിയുള്ളാനെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ മഹാനായ വൈലത്തൂര് തങ്ങൾ അവിടുന്ന് ഒരിക്കല് മക്കാമില് വന്നു. അവിടുന്ന് നേരെ ഒരു പച്ച ആ മക്കാമ് പുതപ്പിക്കുന്ന എന്താ പറയല്, പച്ചപ്പട്ട് അതെടുത്ത് വന്ന് നന്നായിട്ടൊന്നങ്ങ് പുതപ്പിച്ചു. എന്നിട്ട് ജീവിതകാലത്ത് മഹാനവറുകളോട് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു അങ്ങ് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടാ നേരങ്ങോട്ട് കയറി ചെല്ലരുത്, നേരങ്ങോട്ട് കയറി ചെല്ലരുത്. പിന്നെയോ അവിടെ കയറി ചെല്ലുന്നതിന് ചില അദബുകളുണ്ട് എന്ന് മഹാനായ വൈലത്തൂര് പാപ്പ പറഞ്ഞത് ഈ വിനീതൻ ഓർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കാമിൽ ചെന്ന് അവിടുന്ന് മൊബൈൽ നോക്കും, ഫോണ് വന്നാ ഫോൺ എടുക്കും. അതുപോലെ മക്കാമില് ആ ഹലറത്തിലേക്ക് ഏറ്റവും അടുത്തിങ്ങനെ നിൽക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നിൽക്കലാണ്. എന്നാ മഹത്തുക്കൾ കുറെ വിട്ടു നിൽക്കലാണ്. ആ ഹലറത്തിലേക്ക് എങ്ങനെ കയറി ചെല്ലുമെന്ന നിലക്ക് കുണ്ടൂർ ഉസ്താദ് അവിടുന്ന് മമ്പുറം മക്കാമിലേക്ക് ചെന്നാൽ ആ മക്കാമിന്റെ ഭാഗത്ത് അങ്ങോട്ട് കയറാറില്ലായിരുന്നു പോലും. പുറത്ത് വെച്ച് ഫാത്തിഹ ഓതി സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരലാണ്. അവർക്കൊക്കെ അറിയാം അവിടെ കിടക്കുന്ന ആളുടെ പവർ എത്രയാണെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ് ഇപ്പൊ വല്ലാത്ത മുസീബത്തുള്ള കാലാണ്. കുറച്ച് മുത്തഅല്ലിമീങ്ങളുണ്ട്, ബ്ലോഗർമാരായ മുത്തഅല്ലിമീങ്ങൾ. അവരെ പണി എന്താ? സകല മക്കാമിലും പോയിട്ട് വീഡിയോ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ബ്ലോഗ് ചെയ്യുക. മക്കാമും മക്കാമിൽ കിടക്കുന്ന മഹാനെയും പരിചയപ്പെടുത്തി കൊടുക്കലൊക്കെ വലിയ പുണ്യമുള്ളതാണ്. പക്ഷേ ആ മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ കയറിയിട്ട് ആ ഖബറു ശരീഫുകളെല്ലാം അതിങ്ങനെ വീഡിയോയിൽ പകർത്തുന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സിഎം വലിയുള്ള ഹയാത്തിൽ ഇരിക്കുന്ന ഘട്ടമായിരുന്നെങ്കിൽ ആ ഹലറത്തിൽ വീഡിയോ ആയിട്ട് പോകാൻ നീ ധൈര്യപ്പെടുമോ? മഹാനായ മമ്പുറത്ത് ഉപ്പാപ്പ ഹയാത്തിലിരിക്കുന്നു,
അവിടെ ചെന്നിട്ട് മഹാനുഭാവന്റെ അടുക്കൽ നിന്ന് വീഡിയോ എടുക്കാൻ എങ്ങനെയാ ധൈര്യം വരിക? ഈ അടുത്ത് പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഹളറത്തിൽ സിയാറത്തിന് പോയപ്പോ അവിടെയുണ്ട് 2 മുത്തഅല്ലിമീങ്ങള്. അവര് മൊബൈലുമായിട്ട് ആ ഹളറത്തിൽ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. വല്ലാത്ത സങ്കടം തോന്നിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വലിയ അദബുകേടായിട്ടാണ് നമ്മളുടെ മഹത്തുക്കളായ ഉസ്താദുമാർ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇപ്പോ സുബ്ഹാനല്ലാഹ്, മഹബത്തിന്റെ പേരിൽ വലിയ അദബുകേടുകൾ വന്നു പോവുകയാണ്. ചില ആളുകൾക്ക് റസൂലുള്ളാന്റെ നഅലേ ശരീഫിന്റെ ആ രൂപമുള്ള തൊപ്പി തന്നെ ധരിക്കണം. എന്താ ചോദ്യം? ഉള്ളാളത്തെ ഉപ്പാപ്പ ധരിച്ചിട്ടുണ്ട്, മഹാനായ സുൽത്താനുൽ ഉലമ ധരിക്കുന്നുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ അത് ധരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് എങ്ങനെ അദബ് പുലർത്തണമെന്ന് സുൽത്താനുൽ ഉലമക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ നഅലേ മുബാറക്കിന്റെ ചിത്രമുള്ള തൊപ്പി ധരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അദബുകേടുകൾ ചെയ്യുമ്പോൾ അത് പൊരുത്തം പ്രതീക്ഷിച്ച് പൊരുത്തക്കേട് വാങ്ങുന്ന പണിയാണ്. ഗുരുത്വം പ്രതീക്ഷിച്ച് ഗുരുത്തക്കേട് കെട്ടിപ്പോകുന്ന പണിയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരെ, അദബുകേട് സംഭവിക്കുന്ന ഒരു പണി പോലും നമ്മളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. അദബുകേട് സംഭവിക്കുന്ന ഒരു പണി ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഅലേ ശരീഫ്, അതിനുള്ള പവർ പറയാൻ പറ്റൂല. നബി തങ്ങളുടെ ചെരുപ്പിന്റെ മഹത്വം മാത്രം പറയുന്ന കിതാബുകള് അയിമ്മത്ത് എഴുതിയിട്ടുണ്ട്. ഏതാ ആ ചെരുപ്പ്? മൂസാ നബിയോട് ഊരി വെക്കാൻ പറഞ്ഞ സ്ഥാനത്ത് അള്ളാഹുവിനെ കാണാൻ ചെന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ലാ തഖ്ലഅന അലൈക്, നബിയെ അങ്ങ് ചെരുപ്പ് ഊരി വെക്കണ്ട. കാരണം നബി തങ്ങളുടെ ചെരുപ്പ് അത് പവറുള്ള ചെരുപ്പാ. സുബ്ഹാനല്ലാഹ്, ആ പവറുള്ള ചെരുപ്പിന്റെ മിസാല് ഇന്നി ഖദംതു മിസാല നഅലിൽ മുസ്തഫ, നബി തങ്ങളുടെ ആ നഅലേ ശരീഫിന്റെ ആ മിസാല്, അതിനെ തന്നെ ഖിദ്മത്ത് ചെയ്ത ധാരാളം മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കള് ആ നഅലേ ശരീഫിന്റെ രൂപത്തോട് പുലർത്തേണ്ട അദബുകൾ കൂടെ പാലിക്കുന്നവരാണ്. അത് കണ്ടിട്ട് നമ്മൾ ആ നഅലേ ശരീഫുമായിട്ട് നടന്നാൽ അദബുകേട് സംഭവിച്ചു പോകുമോ എന്ന് നമ്മൾ വല്ലാതെ പേടിക്കേണ്ടതാണ്. ഞാൻ നഅലേ മുബാറക്കിന്റെ ആ രൂപമുള്ള തൊപ്പി ധരിക്കുന്നതിന് നിശിതമായി വിമർശിക്കുകയല്ല. പക്ഷേ ഈമാൻ കുറവുള്ള അദബ് കുറവുള്ള ഞാനും നിങ്ങളും, തഅലീം എങ്ങനെയാണ് വേണ്ടത് എന്ന് ബോധമില്ലാത്ത ഞാനും നിങ്ങളും ആ രൂപത്തിൽ വലിയ ബഹുമാനമുള്ള ഹബീബായ തങ്ങളുടെ നഅലേ മുബാറക്കുമായി നടന്ന മോനെ അനാദരവ് സംഭവിക്കാനുള്ള സാധ്യത അത് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ആദരവ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞുപോയ ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരെല്ലാം വലിയ അദബോടുകൂടെ ജീവിച്ചവരാണല്ലോ. ഏറ്റവും വലിയ മഹാനാണല്ലോ അമ്പിയാക്കളി കഴിഞ്ഞാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് റസൂലുള്ളാഹിനോട് എത്ര വലിയ അദബോടുകൂടെയാണ് വർഷിച്ചിട്ടുള്ളത്, എത്ര വലിയ അദബോടുകൂടെയാണ് പെരുമാറിയിട്ടുള്ളത് അറിയുമോ? മഹാനായ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹാ, ഞങ്ങളതാ റസൂലുള്ളാഹിന്റെ ഭാര്യയായ ആയിഷ ബീവിയുടെ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് സ്വലാത്തിന് നിസ്കാരത്തെ കുറിച്ച്, അതുപോലെ നിസ്കാരത്തിന്റെ ബഹുമാനത്തെ കുറിച്ച്, അതുപോലെ ആരാധനകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ
സമയത്ത് ആയിഷ ബീവി അതാ ഒരു അനുഭവം പങ്കുവെക്കുന്നു. ലമ്മാ മരിദ റസൂലുള്ളാഹി, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിന് കാരണമായ രോഗം ബാധിക്കുകയാണ്. ആ വഫാത്തിന് കാരണമായ രോഗം ബാധിക്കുകയാണ്. വല്ലാത്ത ക്ഷീണത്തിലാണ് ഹബീബായ തങ്ങളുള്ളത്. അപ്പോഴാണ് അതേ ഫഹദറത്തിസ് സ്വലാത്തു, നിസ്കാരത്തിനുള്ള സമയമാവുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വാങ്ക വിളിക്കുകയാണ്. നബി തങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. വല്ലാത്ത ക്ഷീണത്തിൽ കിടക്കുന്ന നബി തങ്ങള് അവിടുന്ന് പറയുന്നു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അല്ലയോ സ്വഹാബ, അബൂബക്കറിനോട് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ നിങ്ങളൊന്ന് പറയണേ സ്വഹാബ. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ പള്ളിയിലെത്തിയിട്ടുണ്ട്. നിസ്കാരത്തിന് തങ്ങന്മാര് വന്നിട്ടുണ്ട്, ഉസ്താദുമാര് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇസ്ലാം കാര്യം 5 ഏതാണെന്ന് തികച്ച് അറിഞ്ഞുകൂടാത്ത നാടനായ ഒരു മകൻ വരുന്നത്. എന്നിട്ട് അവനങ്ങ് കയറി ഇമാമത്ത് നിൽക്കുകയാണ്. ഉമ്മാന്റെ മയ്യത്തിന് മകനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഈ ന്യായമാണ് അവന്റെ ഭാഗത്തുള്ളത്. സുബ്ഹാനല്ലാഹ്, അതേ ഇംതിസാലു, അതേ മുറാഅത്തുൽ അദാബി ഔലാ മിൻ ഇംതിസാലിൽ അവാമിരി. ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് അറിയുമോ? മുറാഅത്തുൽ അദാബി, അദബുകളെ പരിഗണിക്കുക എന്നുള്ളത് ഔലാ മിൻ ഇംതിസാലിൽ അവാമിരി, കൽപ്പനകളെ അനുസരിക്കുന്നതിനേക്കാളും നീ പരിഗണിക്കേണ്ടത് അദബ് പാലിക്കാനാണ് കേട്ടോ. കൽപ്പന സ്വന്തം മാതാപിതാക്കളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് മക്കൾ തന്നെയാണ്. പക്ഷേ തങ്ങന്മാരുണ്ടെങ്കിൽ, ആലിമീങ്ങളുണ്ടെങ്കിൽ അവിടെ അവരോട് നിസ്കരിക്കാൻ പറയലാണ് അദബ്. സാധാരണ പള്ളി ദർസിലൊക്കെ നിസ്കാരത്തിന് ഉസ്താദിനോടുകൂടെ നിൽക്കും. നിസ്കാരം കഴിഞ്ഞ മുത്തഅല്ലിമീങ്ങള് ഉസ്താദിൽ നിന്ന് കുറച്ച് താന്നിരിക്കുന്ന ഒരു പതിവ് മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ നിസ്കരിച്ചാൽ ആ നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കണം എന്നതാണ് കൽപ്പന, എന്നതാണ് ഫിഖ്ഹ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതേ സ്ഥലത്ത് ഇരിക്കുന്നതിനേക്കാളും അദബ് ഉസ്താദിന്റെ ബാക്കിലേക്ക് ഇരിക്കലാണ്. ആ അദബിനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് മഹത്തുക്കളായ അയിമ്മത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ബാധിക്കുകയാണ്. നിസ്കാരത്തിനുള്ള സമയമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഇമാമത്ത് നിർത്താൻ വേണ്ടി പറയുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളാകുന്ന ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയും കൂടെയാണല്ലോ. ആ മകൾക്ക് അറിയാം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയില്ല. ആ മകളതാ പിതാവാകുന്ന ഭർത്താവാകുന്ന ഹബീബായ തങ്ങളോട് പറയാണ്, അല്ലയോ തങ്ങളെ, ഇന്ന അബൂബക്കറിൻ റജുലുൻ അസീഫുൻ ഇദാ ഖാമ ഫീ മഖാമിക ലം യസ്തതി അൻ യുസല്ലി ബിന്നാസ്. ഓ നബിയേ, എന്റെ പിതാവാകുന്ന അബൂബക്കർ വളരെ ലോലഹൃദയനാണ്, മനസ്സിന് ഉറപ്പില്ലാത്ത ആളാണ്. ആ അബൂബക്കർ എങ്ങാനും അങ്ങ് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നാൽ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ അബൂബക്കറിന് കഴിയൂല നബിയേ.
അങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കഴിയുകയില്ല. അതാണ് തഅലീമുൽ മുതഅല്ലിമ പോലെയുള്ള കിതാബുകളിൽ കാണാം. ഉസ്താദ് ഇരിക്കുന്ന കസേരയിൽ ഉസ്താദുമാരെ ഇല്ലാത്തപ്പോ ഇരിക്കാൻ പാടില്ല, അത് അദബേടാണ്. ഉസ്താദ് ഇരിക്കുന്ന കസേരയിൽ ഉസ്താദുമാരെ ഇല്ലാത്തപ്പോ ഇരിക്കുന്നത് അദബേടാണ്. അതേ ഹബീബായ തങ്ങൾ നിൽക്കുന്ന മിഹ്റാബ്, ആ മിഹ്റാബിൽ നിൽക്കാൻ പോലും അബൂബക്കർ തങ്ങൾക്ക് കഴിയൂല. പക്ഷേ നബി തങ്ങൾ അതാ വീണ്ടും പറയാണ്, അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണം. ആയിഷ ബീവി ഇതേ മറുപടി വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ 3 തവണ ഇതേ പറച്ചിലും ഇതേ മറുപടിയും ആവർത്തിക്കുന്നു. അവസാനം നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, മുറൂ അബൂബക്കരീൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പറയൂ. അങ്ങനെ അതാ അബൂബക്കർ തങ്ങൾ വരുന്നു. നിസ്കാരത്തിന് ഇമാം നിൽക്കുകയാണ്. അങ്ങനെ നിസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ فوجد النبي صلى الله عليه وسلم من نفسه خفا. നബി തങ്ങൾക്ക് രോഗത്തിനൊരൽപ്പം ശമനം തോന്നുകയാണ്, ഒരൽപ്പം സമാധാനം തോന്നുകയാണ്. ആ സമാധാനം കിട്ടിയപ്പോ ഫഖറജ യുഹാദാ ബൈന റജുലൈൻ, 2 പേരൊരു തോളത്ത് കൈവച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ അതാ നിസ്കാരത്തിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ അങ്ങനെ നിസ്കാരത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അബൂബക്കർ തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് തന്നെ ബേക്കോട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഫഔമഅ ഇലൈഹിൽ നബിയ്യു അൽ മകാനക. നബി തങ്ങൾക്ക് മനസ്സിലാകുന്നു അബൂബക്കർ അവിടെ നിന്ന് താഴോട്ട് നിൽക്കുകയാണല്ലോ. നബി തങ്ങൾ അപ്പോൾ ഇശാറത്താക്കുകയാണ്, അങ്ങിങ്ങാണിക്കുകയാണ്, അബൂബക്കറേ അവിടെ തന്നെ നിന്നോളൂ, ഇറങ്ങി നിൽക്കേണ്ടതില്ല. നോക്കൂ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളുടെ അദബ്. നബി തങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ആ കാണുന്നത് നിസ്കാരത്തിലാണ്, ശരി തന്നെ. പക്ഷേ അവിടുന്ന് നബി തങ്ങൾ വരുന്നത് കാണുമ്പോൾ തന്നെ പിന്നോട്ട് നിൽക്കാനുള്ള മനസ്സ് കാണിക്കുന്നു. അത് നബി തങ്ങളോടുള്ള വലിയ അദബ് തന്നെ. ഉസ്താദുമാരെ കാണുമ്പോൾ, മാതാപിതാക്കളെ കാണുമ്പോ, വയസ്സിന് മൂത്ത ആളുകളെ കാണുമ്പോ അതേ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കണോ, അവിടെ നിന്ന് അവരെ പരിഗണിക്കണോ. വീട്ടിലേക്ക് ഒരാള് വരുമ്പോ അവരിൽ നിന്ന് പരിഗണിക്കാനുള്ള മനസ്സ് കാണിക്കണോ. അതേ എന്നോട് ചിരിച്ചാലേ ഞാൻ ചിരിക്കൂ, അവൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാലേ ഞാൻ അവനോട് സലാം മടക്കൂ. ഈ അഹങ്കാരത്തിന്റെ വിചാരവുമായിട്ട് ഞാനോ നിങ്ങളോ നടന്നു കഴിഞ്ഞ എടാ നീ ഏത് വലിയ ആലിമാണെന്ന് പറഞ്ഞ് നടന്നാലോ, നീ ഏത് വലിയ സ്ഥാനത്തുള്ള ആളാണെന്ന് പറഞ്ഞ് നടന്നാലോ, നീ ഏത് വലിയ സംഘടനയുടെ മുതിർന്ന ആളാണെന്ന് പറഞ്ഞാലോ, അഹങ്കാരവുമായിട്ട് അതമില്ലാത്ത വിചാരവുമായിട്ട് നീ ജീവിച്ചു കഴിഞ്ഞ ഒരിക്കലും നല്ല വിജയം സാധ്യമല്ല. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി